ഹലോ ഫ്രണ്ട്സ്, ക്രഞ്ച് ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഒരു ആനിമേറ്റഡ് വാട്ടർമാർക്കാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. താഴെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം 16:9 എന്ന റേഷ്യോ കൊടുക്കുക. റെസൊല്യൂഷൻ 180p, ഫ്രെയിം റേറ്റ് 60 FPS, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളൊരു ഓവർലേ ആഡ് ചെയ്യണം. അപ്പോൾ ഒരു ഓവർലേൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാവരും കയറി ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇമ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി താഴെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇമേജ് വീഡിയോയിലേക്ക് പോവുക. റിവ്യൂകൾ കൊടുത്തതിന് ശേഷം എവിടെയാണെന്ന് നിങ്ങളുടെ വീഡിയോ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ടോട്ടൽ 8 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരു ലോഗോ ആഡ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൻ്റെയോ യൂട്യൂബിൻ്റെയോ ഏത് സോഷ്യൽ മീഡിയയുടെ ലോഗോ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ലോഗോ നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു യൂട്യൂബിൻ്റെ ലോഗോ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊന്ന് കറക്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യാം. എന്നിട്ട് ഈ ഒരു പൊസിഷനിൽ വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ലോഗോ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇമേജ് വീഡിയോയിലേക്ക് പോയതിനു ശേഷം വ്യൂകൾ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ലോഗോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു യൂട്യൂബിൻ്റെ ലോഗോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന മൂവ് ഓർ ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ മൂന്നാമത്തെ ഓപ്ഷനിൽ സൂം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മൂവ് ഓർ ട്രാൻസ്ഫോമിലേക്ക് വന്നതിന് ശേഷം കറക്റ്റായിട്ട് സെൻട്രലായിട്ട് നമ്മളതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിന് നമ്മളൊരു ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ നമ്മളിതിന് ആനിമേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ലോഗോ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഓവർലേൻ്റെ എൻഡിൽ വന്നതിന് ശേഷം ഈ യൂട്യൂബിൻ്റെ ലോഗോ ഒന്ന് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇത് എക്സ്റ്റെൻഡ് ആയി കിട്ടും. ഇനി നമുക്കിതിനൊരു ആനിമേഷൻ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ യൂട്യൂബിൻ്റെ ലോഗോ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂവ് ഓർ ട്രാൻസ്ഫോമിൽ പോയതിന് ശേഷം ഈ ഇമേജിൻ്റെ ഫസ്റ്റിൽ നമുക്കൊരു കീ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഈ ഓവറിലെ ഈ ഒരു പൊസിഷനിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരു കീയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഇതൊന്ന് മൂവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ ഒരു ആനിമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഐഡിയ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് മൂവ് ചെയ്തതിന് ശേഷം ഈ യൂട്യൂബിൻ്റെ ലോഗോ എവിടെയാണോ അവസാനിക്കുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ലൈൻ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് താഴെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഐ ഡി ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഐ ഡി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോബോട്ടോ റെഗുലർ എന്ന് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഇവിടെ ഇതിൽ കുറേ ഫോണ്ട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന അതേ ഫോണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇവിടെ 18pt എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഗ്രീൻ ബോൾ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഐ ഡി കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസ് സെലക്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെൻട്രൽ അലൈൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് സെൻട്രൽ അലൈൻ കിട്ടും. എന്നിട്ട് നമ്മളിത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളിതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 40 ഞാൻ സൈസ് സെലക്ട് ചെയ്തതിൻ്റെ അപ്പുറത്ത് കളറിൻ്റെ ഓപ്ഷനുണ്ട്, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വൈറ്റ് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വൈറ്റാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കാം. എന്നിട്ട് നമ്മളൊന്ന് അവസാനം വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ 2 ലെയറും നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യണം. അതായത് ഈ ഓവർലൈൻ്റെ ഉള്ളിൽ വരുന്നത് പോലെ ഒരു ഇത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ
ആ ID സെലക്ട് ചെയ്യാം. എന്നിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന് കാണാം, അത് സെലക്ട് ചെയ്തതിന് ശേഷം ലൈറ്റനിൽ പോയിട്ട് സ്ക്രീന് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബിൻ്റെ ലോഗോവും അതേപോലെ ചെയ്യാം. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ടെക്സ്റ്റിനും ഒരു എഫക്റ്റ് ആഡ് ചെയ്യണം, ടെക്സ്റ്റ് ഇങ്ങനെ നീങ്ങുന്നത് പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് എഫക്റ്റിലേക്ക് പോയതിന് ശേഷം ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം മൂവർ ട്രാൻസ്ഫോം സെലക്ട് ചെയ്തതിന് ശേഷം ഓഫ്സെറ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റിങ്ങിൽ പോയതിന് ശേഷം നമ്മൾ അതിൻ്റെ ടെക്സ്റ്റിൻ്റെ തുടക്കത്തിൽ നമുക്കൊരു കീ ആഡ് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ എൻഡിൽ നമ്മളൊരു കീ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഓഫ്സെറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കാം. ഒരു 2000 ആവുന്നത് വരെ നമുക്കൊന്ന് നീക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ എൻ്റെ 2000 ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ നമ്മുടെ ടെക്സ്റ്റ് ഇങ്ങനെ നീങ്ങുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിത് അവസാനിക്കുന്നതിൻ്റെ അവിടെ നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിലേക്ക് പോവുക. എന്നിട്ട് നമ്മൾ ഈ ടെക്സ്റ്റ് അവസാനിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു കീ ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ എൻഡിൽ നമ്മളൊരു കീ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി നമുക്കൊരു 30 ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്കത് കുറയുന്നത് പോലെ നിങ്ങൾക്ക് കാണുന്നില്ലേ. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ യൂട്യൂബും നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിലേക്ക് പോയതിന് ശേഷം തുടക്കത്തിൽ നമുക്കൊരു കീ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എൻഡിൽ നമുക്കൊരു കീ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി നമുക്കൊരു 30 ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ ഒപ്പാസിറ്റി കുറഞ്ഞ് വരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഓവർലേക്ക് നമുക്കൊരു എഫക്റ്റ് ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഓവർലൈൻ്റെ ഇതിൽ ഓൾറെഡി ബ്ലൂ കളർ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഓവർലേ ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് എഫക്റ്റിലേക്ക് പോയിട്ട് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കളർ ആൻഡ് ലൈറ്റിലേക്ക് പോവുക. എന്നിട്ട് ഷിഫ്റ്റ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിങ്സിലേക്ക് പോവുക. എന്നിട്ട് നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുത്താൽ നമുക്ക് അതിൻ്റെ കളറ് മാറുന്നതായിട്ട് കാണാം. ഓറഞ്ചായി, കുറച്ച് അങ്ങോട്ട് മാറ്റി കൊടുത്താൽ പിങ്കായി. നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരൊറ്റ കളറ്, ഒരു സിംഗിൾ കളർ മാത്രമേ കിട്ടുള്ളൂ നിങ്ങൾ സെലക്ട് ചെയ്ത കളർ. ഇനി നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് കുറേ കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിൽ നമുക്കൊരു കീ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എൻഡിൽ നമുക്കൊരു കീ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ഇത് 10x വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര സ്പീഡിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 7x ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇത് 7x ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് മാക്സിമം 10x വരെ ഉണ്ട്. 10x എത്തിച്ചാൽ ഇതിനെക്കാട്ടിയും സ്പീഡിൽ നിങ്ങൾക്ക് കളർ ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് ഇങ്ങനെ കളർ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി മുകളിൽ കാണുന്ന ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം റെസൊല്യൂഷൻ 180p സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 720ൽ എനേബിൾ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 180pയിൽ തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് എക്സ്പോർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇത് നിങ്ങൾക്ക് എക്സ്പോർട്ടായി കിട്ടുന്നതാണ്. അപ്പോൾ അത് ഇനി എങ്ങനെയാണ് ആഡ് ചെയ്യലെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടി ഞാൻ സ്റ്റാറ്റസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എവിടെയാണോ നിങ്ങൾക്ക് ആ വാട്ടർമാർക്ക് വെക്കേണ്ടതെന്ന് നോക്കിയിട്ട് ആ പൊസിഷനിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് താഴെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇമേജ് ആൻഡ് വീഡിയോയിലേക്ക് പോയതിനു ശേഷം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് വെച്ചാൽ ആ വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് അവിടെ വരുന്നതാണ്. അപ്പോൾ അത് ഇങ്ങനെ ആയിട്ടാവും അത് വരിക. എന്നിട്ട് നമ്മൾ ആ ലെയർ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിലേക്ക് പോയതിന് ശേഷം ലൈറ്റനെന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്രീന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് അവിടെ പോയി കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിന് മൂവർ ട്രാൻസ്ഫോമിലേക്ക് പോയതിന് ശേഷം സൂമിലേക്ക് പോയതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ചതിന് ശേഷം കറക്റ്റായിട്ട് ആവശ്യത്തിന് കുറച്ചതിന് ശേഷം മൂവർ ട്രാൻസ്ഫോമിൽ പോയിട്ട് കറക്റ്റായിട്ട് ഈ റെഡ് ലൈന് വരുന്നത് പോലെ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആനിമേഷൻ വാട്ടർമാർക്കാണിത്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം.